എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ വിഭൂഷനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ബ്ലേഡ് മാസ്റ്ററിന്റെ തലയിലായിട്ട് വന്നിരിക്കുമായിരുന്നു. അവരിപ്പോൾ ബ്ലേഡ് മാസ്റ്ററിന്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള വിഷ്വൽസ് ഒക്കെ വരാനായിട്ട് തുടങ്ങും. അതായത് പണ്ടത്തെ സ്റ്റോറീസ് ഒക്കെ കാണിക്കും. അവിടെ ആദ്യമേ തന്നെ കാണിക്കുന്ന നമ്മളുടെ ഗൗനിയാണ്, അതായത് ആ നുണക്കുഴിയുള്ളവനെ. അവനാണെങ്കിൽ പണ്ട് നമ്മളുടെ ബ്ലേഡ് മാസ്റ്ററിന്റെ കൂടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവനെ എല്ലാവരും ബുള്ളി ചെയ്യുമെങ്കിലും ബ്ലേഡ് മാസ്റ്ററിന് അവന് ഭയങ്കര കാര്യമായിരുന്നു. ഇവന് നല്ലതുപോലെ ട്രെയിനിങ് കൊടുക്കുകയും ഇവന് നല്ല പോസ്റ്റ് കൊടുക്കുകയും ഇവന് നല്ലതുപോലെ ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ നമ്മളുടെ ഈ ഗാവു എന്ന് പറയുന്നവനാണെങ്കിൽ ബ്ലേഡ് മാസ്റ്ററിന്റെ ഏറ്റവും അടുത്തൊരു കസിനെ വാളുകൊണ്ട് കുത്തിക്കൊല്ലും. ഇത് നമ്മുടെ ബ്ലേഡ് മാസ്റ്റർ കാണുകയും ചെയ്യും. അങ്ങനെ ബ്ലേഡ് മാസ്റ്ററിന് നമ്മുടെ ഈ നുണക്കുഴിയുള്ളവൻ്റെ അടുത്ത് ഭയങ്കര വലിയ ദേഷ്യമാവും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവനാണെങ്കിൽ വെൻക്ലാനുമായിട്ട് ചേർന്നിട്ട് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ബ്ലേഡ് മാസ്റ്ററിനെ ഇവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ആ വെൻക്ലാനില് തലവന്റെ എല്ലാം മരണത്തിന് ശേഷം നമ്മുടെ ഈ ബ്ലേഡ് മാസ്റ്റർ ആണെങ്കിൽ ഈ ഗാവുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ലൻഷാന്റെ ചേട്ടൻ വന്നിട്ട് പറയും ഇവൻ തന്നെയാണ് നമ്മളെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്തത് എന്ന്. അങ്ങനെ നമ്മളുടെ ബ്ലേഡ് മാസ്റ്റർ ആണെങ്കിൽ ഈ ഗാവുവിനെ അങ്ങ് വെറുതെ വിടും. പിന്നീട് കാണിക്കുന്ന കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ നമ്മളുടെ ബ്ലേഡ് മാസ്റ്ററിനാണെങ്കിൽ മെന്റലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ലൻഷാന്റെ ചേട്ടൻ വന്നിട്ട് ഇയാളുടെ മൈൻഡൊക്കെ കാമാക്കാനുള്ള ഓരോ പാട്ടൊക്കെ പാടി കൊടുക്കും. അതേപോലെ തന്നെ ഈ പാട്ടിനെ നമ്മളുടെ ഈ ഗാവുവിനും പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളുടെ ഈ ലൻഷാന്റെ ചേട്ടൻ പറയും ഇനി മുതൽ നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയാണ്, നീ വേണം ചേട്ടന് എപ്പോഴും പാട്ടൊക്കെ പാടി കൊടുക്കാനെന്ന്. എന്നാൽ ഇവിടെ നമ്മളുടെ ഈ ഗാവു എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൻഷാന്റെ ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്ത പാട്ടില്ലേ, ആ പാട്ടിനകത്ത് അവൻ ഈവിളായിട്ടുള്ള ഒരു പാട്ടും കൂടി കുത്തി കയറ്റും. അതായത് ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിന്റെ കൺട്രോൾ പോവുക ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഗാവു ആണെങ്കിൽ എല്ലാ ദിവസവും ബ്ലേഡ് മാസ്റ്ററിന് വന്നിട്ട് പാട്ടൊക്കെ പാടി കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഒരു ദിവസം നമ്മളുടെ ഈ ഗാവുവിനെ വിളിച്ചിട്ട് ബ്ലേഡ് മാസ്റ്റർ നല്ലതുപോലെ ദേഷിക്കാൻ തുടങ്ങും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂയാങ് എന്ന് പറയുന്ന ആ വില്ലനില്ലേ, അവനെ ഇതുവരെയും കൊല്ലാണ്ട് ഇപ്പോഴും അവനെ തടവിൽ തന്നെ വെച്ചേക്കുവാണ്. ഇത് കേൾക്കുന്നതും ബ്ലേഡ് മാസ്റ്റർ ചോദിക്കും സത്യം പറ നിന്റെ ഉദ്ദേശം എന്തുവാ, അവന്റെ കയ്യിലിരിക്കുന്ന ഇന്നയാണ് തട്ടിയെടുക്കണമെന്നല്ലേ? എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ ഈ ഗാവു പറയും അങ്ങനെയൊന്നുമില്ല, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് അവനെ കൊല്ലാതെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ ഇവിടെയാണെങ്കിൽ നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന് നമ്മുടെ ഈ നുണക്കുഴിയുള്ളവന്റെ മൈൻഡിൽ എന്താ കടന്നു പോകുന്നതെന്നൊക്കെ നല്ലതുപോലെ അറിയാം. ബ്ലേഡ് മാസ്റ്റർ പറയും എനിക്ക് നന്നായിട്ടറിയാം, നീ നിന്റെ പദവിക്കൊക്കെ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവാൻ റെഡിയാണ്, നിന്നെ പോലെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് ബ്ലേഡ് മാസ്റ്റർ അവനെ ചവിട്ടി ദൂരെയായിട്ട് എറിയും. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ ഈ ഗാവു ഇതെല്ലാം എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഗാവു അവിടെയായിട്ട് വന്നിട്ട് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന്റെ അടുത്ത് പറയും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷിക്കാനൊന്നും പറ്റത്തില്ല. ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ട് നിങ്ങളുടെ മൈൻഡ് കൂളാക്കാനുള്ളതൊന്നും ആയിരുന്നില്ല, പകരം നിങ്ങളുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ആക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അധികം ദേഷിക്കാത്തതായിരിക്കും നല്ലത്. എന്നാൽ നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന് ഇത് കേൾക്കുന്നേ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ബ്ലേഡ് മാസ്റ്റർ അവിടെ ദേഷിക്കാൻ തുടങ്ങുന്നേയും അയാളുടെ മൈൻഡ് കയ്യിൽ നിന്ന് പോവും. അയാൾ കൺട്രോൾ വിട്ടിട്ട് പ്രാന്തന്മാരെ പോലെ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അയാൾക്ക് ചുറ്റിനും നമ്മുടെ ഗാവുവിനെ കാണുന്നേ. അയാളുടെ കണ്ണിൽ നിന്നൊക്കെ നല്ലതുപോലെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന്റെ അനിയനില്ലേ അവളോട് നിലവിളിച്ചു വരും. ഇവനെ കാണുന്നേ നമ്മുടെ ഗാവു ആയിരുന്നാലും ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുക ചെയ്യുന്നത്, ചേട്ടാ നിങ്ങൾക്ക് എന്ത് പറ്റി എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവനാണെങ്കിൽ ബ്ലേഡ് മാസ്റ്ററിന്റെ ബോഡിനെ കൊണ്ടുവന്ന് ചികിത്സിക്കാനെന്നും പറഞ്ഞ് ഒരു സ്ഥലത്തായിട്ട് കൊണ്ടുവരും. അവിടെ വെച്ചിട്ട് നമ്മളുടെ ഈ ഷൂയാങ് ഇല്ലേ, അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആ ടൈഗർ ആംലറ്റ് വെച്ചിട്ട് നമ്മുടെ ഈ ബ്ലേഡ് മാസ്റ്ററിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവൻ പറയും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എങ്ങ് കൊന്നേരെ എന്ന്. അങ്ങനെ നമ്മുടെ ഷൂയാങ് നമ്മുടെ ഈ ബ്ലേഡ് മാസ്റ്ററിന്റെ തല എങ്ങ് വെട്ടിക്കളയും. ആ തലയാണ് ഇപ്പോഴും നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവനാണെങ്കിൽ അവൻ്റെ ചേമ്പറിലായിട്ട് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. ഇതെല്ലാം അറിയുന്നത് നമ്മളുടെ വിഭൂഷനാണെങ്കിൽ ഭയങ്കര ഒരു ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ പുറത്തോട്ട് വരാൻ നോക്കുന്നതും അവിടെയായിട്ട് നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവനില്ലേ അവന് മനസ്സിലായിട്ടുണ്ട് അവിടെ ആരോ ഉണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ അവൻ ഈ പേപ്പർ ഫോമിലായിട്ടുള്ള നമ്മുടെ വിഭൂഷനുമായിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. വിഭൂഷൻ അവിടെ മാക്സിമം എങ്ങനെയെങ്കിലൊക്കെ ഒളിച്ചൊളിച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവനെ എപ്പോഴും നമ്മുടെ ഈ നുണക്കുഴിയോളം കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. വിഭൂഷൻ നോക്കാൻ നേരത്ത് അവിടെയായിട്ട് വിഭൂഷന്റെ വാളിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൻ അതിന്റെ മുകളിൽ കയറി ചവിട്ടിയിട്ട് എങ്ങനെയെങ്കിലും അതിനെ പുറത്തെടുത്ത് നമ്മുടെ ഈ നുണക്കുഴിയുള്ളവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്നിട്ട് നമ്മുടെ വിഭൂഷൻ തക്കം കിട്ടുന്നതും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി നമ്മുടെ ലൻഷാന്റെ അടുത്തോട്ട് വരും. യഥാർത്ഥത്തിൽ നമ്മുടെ നുണക്കുഴിയുള്ളവനാണെങ്കിൽ വിഭൂഷന്റെ വാള് കാണുന്നതും ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സ്പിരിച്വൽ എനർജി ഉള്ള വാള് വേറെ ആര് വിചാരിച്ചാലും തുറക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന വിഭൂഷൻ നേരെ ലൻഷാൻ്റെ അടുത്ത് വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതായത് നമ്മുടെ ആ നുണക്കുഴിയുള്ളവൻ്റെ റൂമിലായിട്ട് ഒരു സീക്രട്ട് ചേംബർ ഉണ്ട്. അതിൻ്റെ അകത്തായിട്ട് അവൻ്റെ വൈഫിനെ അവൻ ബോധം കെടുത്തി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിൻ്റെ തലയും ഉണ്ട്. നമുക്ക് വേഗം അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ ലൻഷാനും വിഭൂഷനും എല്ലാം വേഗം തന്നെ നമ്മളുടെ ഈ
നുണക്കുഴിയുള്ളവൻ്റെ റൂമിൻ്റെ മുമ്പിലായിട്ട് വരും. എന്നാൽ അവിടെ എത്തുന്നത് നമ്മുടെ ജിൻലിങ് ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവരെ അകത്തോട്ട് കയറ്റി വിടാനേ റെഡി ആവത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ്റെ ചേട്ടനും വരും. അവിടെയായിട്ട് നമ്മളുടെ ഈ ഗാവും വന്നിട്ടുണ്ടായിരുന്നു. അവനവിടെ ചോദിക്കുന്നതിന് ഇവിടെ എന്താ സംഭവം എന്നാൽ നമ്മുടെ വിഭൂഷനെ നന്നായിട്ടറിയാം ഇവൻ ഇവിടെ ഭയങ്കര ആക്ടിങ്ങാണ് ചെയ്യുന്നേ എന്ന്. അങ്ങനെ അവസാനം നമ്മളുടെ ഈ ഗാവുവിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് പെർമിഷൻ വാങ്ങി ഇവരവൻ്റെ റൂമിലായിട്ട് കയറും. അവിടെ നമ്മളുടെ നുണക്കുഴിയുള്ളവൻ്റെ വൈഫും ഉണ്ടായിരുന്നു. ഇവളെ കാണുന്നതും എല്ലാവരും നല്ലതുപോലെ ഷോക്കാവും. അവിടെയായിട്ട് ഈ ഗാവു പറയാൻ തുടങ്ങും അവളുടെ മൈൻഡ് അത്ര ശരിയല്ല, അവൾ വയ്യാണ്ട് നിൽക്കുക എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ വിഭൂഷനാണെങ്കിൽ നമ്മുടെ ആ ബ്ലേഡ് മാസ്റ്ററിൻ്റെ തലയിരുന്ന സ്ഥലമില്ലേ, അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കും. അവിടെ അയാളുടെ തലയ്ക്ക് പകരം ഒരു വാള് മാത്രമാണ് ഇരുന്നത്. ഇത് കാണുന്നതും ഈ ഗാവു ആണെങ്കിൽ ആ വാളിനെ പറ്റി നല്ലതുപോലെ എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗാവുവിൻ്റെ വൈഫില്ലേ, ആ വാളെടുത്ത് അവൾ സ്വന്തമായിട്ട് വയറ്റിൽ കുത്തി അങ്ങ് മരിച്ചു പോവും. ഇത് കാണുന്നതും എല്ലാവരും ഷോക്കായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മളുടെ ഗാവുവിൻ്റെ തന്നെ മാജിക്കായിരുന്നു. ഇതാർക്കും മനസ്സിലാവത്തില്ല. ഇവിടെയായിട്ട് ഗാവുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനുണ്ട്. അവനാണെങ്കിൽ നമ്മളുടെ വിഭൂഷനെ നോക്കിയിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും. നീ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള ഓരോ സ്റ്റോറീസൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പം പോരാത്തതിന് ലൻഷാന് നിന്റെ കൂടെയാണ് നടക്കുന്നത്, അവനെ നീ ഇപ്പോൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിഭൂഷനെ ഓരോന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് കാണുന്നതും പെട്ടെന്ന് തന്നെ വിഭൂഷന് അവിടെ ഉള്ളൊരു വാളെടുത്ത് അതെടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വലിച്ചൂരുന്നതാണ്. ഇത് കാണുന്ന നമ്മളുടെ നുണക്കുഴിയുള്ളവനില്ലേ, അവൻ ഭയങ്കര ഷോക്കായിട്ട് വിളിച്ചു പോവും. അപ്പോൾ വിഭൂഷൺ തിരിച്ചു വന്നു അല്ലേ, ഇത്രയും കാലം ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കുമായിരുന്നല്ലേ. യഥാർത്ഥത്തിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭൂഷൻ്റെ വാള് സ്വന്തമായിട്ട് സീൽ ചെയ്തിരിക്കുമായിരുന്നു. അത് വിഭൂഷന് മാത്രമേ തുറക്കാൻ പറ്റൂ. ഇപ്പോൾ വിഭൂഷൺ അവൻ്റെ തന്നെ കുഴി കുഴിച്ചിരിക്കുവാണ്. ഇത് കാണുന്ന എല്ലാവരും ഷോക്കാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൻഷാനും വിഭൂഷനും അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് ഓടും. ഇവിടെ നമ്മളുടെ ആ നുണക്കുഴിയുള്ളവനാണെങ്കിൽ ജിൻലിങ്ങിനെ നല്ലതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് നിന്റെ അച്ഛനെ കൊന്നവനാണ് അവൻ, അവനെ നീ വെറുതെ വിടാൻ പാടില്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ വിഭൂഷനെ ലൻഷാനെ ചുറ്റി ഒരുപാട് സോൾജേഴ്സൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ വിഭൂഷനാണെങ്കിൽ ലൻഷാൻ്റെ അടുത്ത് പറയും, നീ എൻ്റെ കൂടെ നിൽക്കേണ്ട, എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്ക്, നിനക്ക് എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ നമ്മുടെ ലൻഷാൻ അതിനൊന്നും റെഡി ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഈ ഗാവും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് നമ്മളുടെ ലൻഷാനെ നോക്കിയിട്ട് പറയും, എന്തൊക്കെയായിരുന്നാലും വിഭൂഷൺ ലൻഷാനെയും പറ്റിച്ചല്ലോ എന്ന്. എന്നാൽ നമ്മുടെ ലൻഷാൻ ഇവിടെ പറയുന്നത് തന്നെ എന്നെ അവൻ പറ്റിച്ചിട്ടില്ല, എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു ഇത് വിഭൂഷനാണ് എന്ന്. ഇത് കേൾക്കുന്നേ വിഭൂഷൺ ഭയങ്കരമായിട്ട് ഷോക്കാവും. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ വിഭൂഷൻ്റെ അടുത്ത് പറയും, നീ എന്നോട് അന്ന് ചോദിച്ചില്ലേ ഞാൻ നിന്നെ പണ്ട് വിശ്വസിച്ചിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ എനിക്ക് നിന്നെ ഭയങ്കര വിശ്വാസമാണ്, ആ വിശ്വാസം തകർക്കാൻ ഞാൻ ഒന്നിനെ സമ്മതിക്കത്തില്ല എന്ന് നമ്മളുടെ ലൻഷാൻ അവിടെ തുറന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ലൻഷാൻ ആയിരുന്നാലും വിഭൂഷൺ ഒന്നും വരാതെ അവനെ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യും. അവർ രണ്ടുപേരും അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നതും നമ്മുടെ വിഭൂഷൻ്റെ മുമ്പിലായിട്ട് ജിൻലിങ് വന്ന് നിൽക്കും. ജിൻലിങ് ആണെങ്കിൽ വിഭൂഷനെ നല്ലതുപോലെ തടയും. എന്നാൽ വിഭൂഷൺ പോകാനായിട്ട് ഒരുങ്ങുന്നതും ജിൻലിങ് നമ്മളുടെ വിഭൂഷൻ്റെ വയറ്റിലായിട്ട് അങ്ങ് കുത്തി കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ വിഭൂഷൻ്റെ വായിൽ നിന്നൊക്കെ രക്തം വരും. അവനവിടെ പറയും, നിന്റെ അങ്കിളിനെ പോലെ തന്നെ നീയും എന്നെ അതേ സ്ഥലത്ത് തന്നെ കുത്തിയല്ലോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൻഷാൻ ഭയങ്കരമായിട്ട് ഷോക്കാവും. അവൻ ചോദിക്കും, നീ ഓക്കെ അല്ലേ? വിഭൂഷൺ ഇവിടെ ഓക്കെ ആണെന്ന് പറയുന്നതും രണ്ടുപേരും വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ലൻഷാൻ ആയിരുന്നാലും വിഭൂഷന് അവൻ്റെ സ്പിരിച്വൽ പവറൊക്കെ നല്ലതുപോലെ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ വിഭൂഷന് പഴയ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും. അതായത് അവൻ്റെ കയ്യിൽ പവർ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ലൻഷാൻ മാത്രമാണ് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ അവൻ ചിരിക്കുന്നതും ലൻഷാൻ ചോദിക്കും, നീ എന്തിനാ ചിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ വിഭൂഷൺ പറയും, പണ്ട് എന്നെ എല്ലാവരും അഡ്മയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നീ മാത്രമേ എന്നെ വഴക്ക് പറഞ്ഞത്. ഇപ്പം എല്ലാവർക്കും ഞാൻ മരിക്കണം, എന്നെ ആർക്കും ഇഷ്ടമല്ല. ആ സമയത്ത് നീ മാത്രമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. എന്ത് കോമഡിയാ അല്ലേ? പിന്നീട് കാണിക്കുന്ന നമ്മുടെ ലൻഷാനാണെങ്കിൽ വിഭൂഷനെയും കൊണ്ട് അവൻ്റെ ആ ഗൂസൂലായിട്ട് വരുന്നതാണ്. അവിടെയുള്ളൊരു വീട്ടിലായിട്ടാണ് ഇപ്പോൾ നമ്മുടെ വിഭൂഷനെ കിടത്തിയിരിക്കുന്നത്. ലൻഷാൻ വന്ന് അവൻ്റെ മുറിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. ഇവിടെയായിട്ട് നമ്മുടെ വിഭൂഷൺ ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഗൂസൂലായിട്ട് നമ്മുടെ ലൻഷാൻ ഇവനെ കൊണ്ടുവന്നല്ലോ എന്ന് ആലോചിച്ച്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ്റെ ചേട്ടനും വരും. അവൻ വന്നിട്ട് പറയും, ഞാൻ തന്നെയാണ് വാങ്ജിയുടെ അടുത്ത് നിന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. നിന്റെ മുറിവൊക്കെ ഓക്കെ ആവുന്നത് വരെ നിനക്കിവിടെ നിൽക്കാം, നമുക്ക് ഈ കേസൊക്കെ നല്ലതുപോലെ സോൾവ് ചെയ്യാം. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറയും, അതായത് ആ ഗാവുവിൻ്റെ റൂമിലായിട്ട് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിൻ്റെ തലയുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ലൻഷാൻ്റെ ചേട്ടൻ ചോദിക്കും, നീ അത് നേരിൽ കണ്ടോ? അപ്പോൾ ലൻഷാൻ പറയും, ഞാൻ കണ്ടില്ല, അവൻ കണ്ടു എന്ന്. അപ്പോൾ നമ്മുടെ ലൻഷാൻ്റെ ചേട്ടൻ ചോദിക്കുന്നത്, നിനക്ക് വിഭൂഷനെ അത്രയ്ക്ക് വിശ്വാസമാണോ? അപ്പോൾ നമ്മുടെ ലൻഷാൻ അതെ എന്ന് പറയും. ഉടനെ തന്നെ അവൻ്റെ ചേട്ടൻ പറയും, നിനക്ക് വിഭൂഷനെ എത്രത്തോളം വിശ്വാസമാണോ അതേപോലെ തന്നെ എനിക്കും ഗാവുവിനെ ഭയങ്കര വിശ്വാസമാണ്. നീ ഒരാളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്കും അതിനുള്ള അർഹത
വെറുതെ ഇല്ലേ എന്നും വെച്ച് ഞാൻ ആരുടെയും കൂടെ അങ്ങനെ ഇങ്ങനെയൊന്നും ഒത്തുചേരാനൊന്നും പോകുന്നില്ല. സത്യം തെളിയുന്നത് വരെ ഞാൻ എല്ലാവരുടെയും കൂടെ ഈക്വലായിട്ട് തന്നെയായിരിക്കും നിൽക്കാൻ പോകുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ വിഭൂഷൺ പറയും, ഞാൻ എന്തായിരുന്നാലും ഇതെന്താണ് സംഭവം എന്ന് പ്രൂവ് ചെയ്തേ അടങ്ങത്തോളൂ. എനിക്ക് നമ്മുടെ ഗാവു വായിച്ച ആ ഒരു പാട്ട് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഞാൻ ആ പാട്ട് വായിക്കാം, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി പറയണം. അങ്ങനെ നമ്മുടെ വിഭൂഷണാണെങ്കിൽ ഗാവു ബ്ലേഡ് മാസ്റ്ററിന് വായിച്ചു കൊടുത്ത പാട്ടില്ലേ, അത് റിപ്പീറ്റ് ആയിട്ട് ഇവിടെ പാടാൻ തുടങ്ങും. പാടി കഴിയുന്നത് നമ്മുടെ ലൻഷാനും അവൻ്റെ ചേട്ടനും പറയും, ആ പാട്ടിൽ ഒരു വരി മിസ്റ്റേക്കാണ്, അങ്ങനെയല്ല ആ പാട്ടിൻ്റെ യഥാർത്ഥ വരി, അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് വിഭൂഷൺ പാടിയിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന വിഭൂഷണന് മനസ്സിലാവും അവൻ തെറ്റായിട്ട് പാടിയതല്ല, യഥാർത്ഥത്തിൽ ഗാവു ആണ് തെറ്റായിട്ട് പാടിയത് എന്ന്. കാര്യം വിഭൂഷൺ അതെങ്ങനെയാണോ കേട്ടത് അതേപോലെ തന്നെയാണ് ഇവിടെ വായിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ വിഭൂഷണനും ലൻഷാൻ്റെ ചേട്ടനും ലൻഷാനോട് ചേർന്നിട്ട് അവരുടെ മ്യൂസിക് ലൈബ്രറിയിലായിട്ട് പോയി അവിടുത്തെ ബുക്കൊക്കെ എടുത്തു വെച്ച് നല്ലതുപോലെ തിരഞ്ഞു നോക്കും. ആ ബുക്കിനകത്തുള്ള നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് വായിച്ചു നോക്കുന്നേ മനസ്സിലാവും യഥാർത്ഥത്തിൽ ഗാവു ആ പാട്ട് തെറ്റിച്ച് തന്നെ പാടിയിരിക്കുന്നത്. അവൻ തെറ്റിച്ച് പാടിയ ആ ഒരു ലൈൻ വെച്ചിട്ട് തന്നെ ഒരാളെ നല്ലതുപോലെ ഹാം ചെയ്യാൻ പറ്റുമെന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ്റെ ചേട്ടൻ പറയും, എന്തൊക്കെയായിരുന്നാലും നമുക്കിതിനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, നമുക്കിതിൻ്റെ റൂട്ട് എന്തുവെന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഗാവു തന്നെയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിലുള്ള പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കും എന്നൊക്കെ നമ്മുടെ ലൻഷാൻ്റെ ചേട്ടൻ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ലൻഷാൻ്റെ ചേട്ടനാണെങ്കിൽ നമ്മുടെ വിഭൂഷൻ്റെ കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാണ്. വിഭൂഷൺ അവിടെ നമ്മുടെ ലൻഷാനെ പറ്റി ചോദിക്കും, അവൻ്റെ മുതുകിലായിട്ട് നല്ലതുപോലെ അടിച്ച് പാടുണ്ടല്ലോ എന്ന്. അവിടെ നമ്മുടെ ലൻഷാൻ്റെ ചേട്ടൻ പറയും, അതായത് പണ്ട് നമ്മളുടെ ലൻഷാനാണെങ്കിൽ വിഭൂഷൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിൽ അവന് പണിഷ്മെൻറ്റ് കിട്ടിയതാണ് 300 ചാട്ടപ്പാറയ്ക്കുള്ള അടി. അതേപോലെ തന്നെ അവനെ 3 വർഷം ജയിലിലും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവന് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ വിഭൂഷൺ ഭയങ്കരമായിട്ട് ഷോക്കാവും. അതേപോലെ തന്നെ ലൻഷാൻ്റെ ചേട്ടൻ പറയും, അവൻ 3 വർഷത്തെ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നത് നിന്നെ അന്വേഷിച്ചിട്ടായിരുന്നു, എന്നാൽ നിന്റെ പൊടി പോലും കിട്ടിയില്ല. എൻ്റെ ലൻഷാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവൻ നിന്നെ അവൻ്റെ കോൺഫിഡൻ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു നിന്നെ നഷ്ടപ്പെടുത്തിയത്. അവൻ്റെ ലൈഫിൽ അവൻ എന്തോ വലിയൊരു പാർട്ട് മിസ്സാക്കിയതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വിഭൂഷൺ എടുത്ത് ചോദിക്കും, ഈ വീട് ഏതാണെന്ന് നിനക്കറിയാവോ? ഞങ്ങളുടെ അമ്മ ജീവിച്ചിരുന്ന വീടാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ കൂടെ ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അമ്മയും ഈവിൾ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നീ യൂസ് ചെയ്തതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളും. യഥാർത്ഥത്തിൽ ലൻഷാൻ ആണെങ്കിൽ നീ ഇങ്ങനെ ബ്ലാക്ക് മാജിക് ഒക്കെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ അവൻ്റെ അമ്മേനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അതിൻ്റെതായിട്ടുള്ള ടെൻഷനും അവനുണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് എല്ലാ മാസവും അമ്മയെ കാണാൻ വേണ്ടി ഈ സ്ഥലത്ത് വരുമായിരുന്നു. എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞതും ഇവിടേക്ക് വരണ്ട എന്ന് ഞങ്ങളുടെ അങ്കിള് പറഞ്ഞു. അമ്മ പോയി എന്നാ പറഞ്ഞത്. എന്നാൽ ഞങ്ങളെന്ന് തീരെ ചെറുതായതുകൊണ്ട് തന്നെ അമ്മ പോയി എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ലൻഷാൻ ആണെങ്കിൽ അതിനുശേഷവും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഇവിടെ വരും, അവന് വേണ്ടിയിട്ട് വാതിൽ ആരെങ്കിലും തുറക്കുമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഇതുവരെയും ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല. സത്യത്തിൽ ലൻഷാന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലോട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ നമ്മുടെ വിഭൂഷൺ അടുത്ത് പറയും. വിഭൂഷൺ ഇതൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇമോഷണൽ ആവും. അവന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലൻഷാനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. കാര്യം അവൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് അവൻ്റെ കൂടെ അവനെ വിശ്വസിച്ച് ആരുമില്ല എന്നല്ലേ. അതേസമയം തന്നെ നമ്മളുടെ ലൻഷാൻ അവിടേക്ക് നടന്നു വരും. അവനാണെങ്കിൽ വിഭൂഷനെ വേണ്ടിയിട്ട് അവിടുത്തെ ഗൂസൂൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലൻഷാനും വിഭൂഷനും കൂടി ഇരുന്ന് നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യാനൊക്കെ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ വിഭൂഷൻ്റെ അടുത്ത് ചോദിക്കും, നീ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നോ? അപ്പോൾ നമ്മളുടെ വിഭൂഷൺ ചോദിക്കും, എന്ത് പറഞ്ഞോ എന്നാ നീ ചോദിക്കുന്നത്? അപ്പോൾ ലൻഷാൻ പറയും, അതായത് ജിൻലിങ്ങിൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് നീ വായിച്ച ഫ്ലൂട്ടിൻ്റെ കൂടെ തന്നെ വേറൊരു ഫ്ലൂട്ടിൻ്റെ സൗണ്ട് നീ കേട്ടു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ വിഭൂഷൺ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ ചോദിക്കും, ഇതിനെപ്പറ്റി നിനക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? അപ്പോൾ നമ്മുടെ ലൻഷാൻ പറയും, അത് ഞാൻ വെന്നിങ്ങിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവനാണ് എൻ്റെ അടുത്ത് കൺഫേം ആക്കി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വിഭൂഷൺ പറയും, യഥാർത്ഥത്തിൽ ഞാനെന്ന് വിചാരിച്ചത് എനിക്കിത് ഫീൽ ചെയ്തത് മാത്രമാണ്. എന്നാൽ എൻ്റെ ചേച്ചി മരിച്ച ദിവസത്തെ രാത്രി ഞാൻ ഓടക്കുഴൽ വായിക്കാൻ നേരത്ത് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു വേറൊരാൾ എൻ്റെ അതേ ഫ്ലൂട്ടിൻ്റെ സൗണ്ടിൽ തന്നെ വായിക്കുന്നത്. അത് കേട്ട് ഞാൻ നല്ലതുപോലെ പേടിച്ചു പോവുക ചെയ്തത്. കാര്യം എൻ്റെ ഫ്ലൂട്ടിൻ്റെ സൗണ്ടിനെ ഓൾട്ടർ ചെയ്യുന്ന രീതിയിലല്ലേ മറ്റേ ആൾ ഫ്ലൂട്ട് വായിച്ചത്, അതുകൊണ്ടല്ലേ എനിക്കതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ലൻഷാൻ വിഭൂഷൻ്റെ അടുത്ത് ചോദിക്കും, മിക്കവാറും അത് ചെയ്തത് ആ ഗാവു തന്നെയായിരിക്കുമെന്ന്. എന്നാൽ നമ്മുടെ വിഭൂഷനോട് പറയും, ഇപ്പോൾ എനിക്ക് അതിലൊന്നും കെയറില്ല. ആദ്യമേ ഞാൻ കണ്ണു തുറന്നപ്പോൾ ആഗ്രഹിച്ചത് അതൊക്കെ കണ്ടുപിടിക്കണമെന്നാണ്. എന്നാൽ എനിക്കിപ്പോൾ അതിനകത്തൊന്നും ഒട്ടും താല്പര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടാർഗറ്റിനെ ആവശ്യം. ആര് ചെയ്തു എന്നതിൽ ഒരു പ്രസക്തിയും ഇല്ല. എല്ലാവർക്കും വെറുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വേണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനുണ്ടല്ലോ, ഞാൻ ഇനി എന്നെ എത്രയൊക്കെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചാലും ആരും അത് വിശ്വസിക്കാനും ഒന്നും പോകുന്നില്ല. ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് തിരിയുന്നതും നമ്മുടെ ലൻഷാൻ അവിടെ നിന്ന് പാട്ട് പാടുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ വിഭൂഷനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരും.
വേവൂഷാനും അതേപോലെ തന്നെ നല്ല സന്തോഷവും ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ പറയും, ഞാൻ പണ്ട് ജീവിച്ചിരുന്നപ്പോൾ എന്നെ വിശ്വസിച്ചിരുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരെല്ലാവരും മരിച്ചുപോയി. എന്നാൽ ഇപ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എന്നെ വിശ്വസിക്കുന്ന ഒരേ ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടല്ലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ നേരെ നമ്മുടെ ലൻഷാനെ നോക്കും. ലൻഷാനും അതേസമയം തന്നെ വിഭൂഷനെ നോക്കിയിട്ട് പറയും, നിന്നെ വിശ്വസിക്കുന്ന ഒരേ ഒരാൾ ഈ ലോകത്ത് ഇനിയും ബാക്കിയുണ്ട്, അത് ഞാനാണ് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ വിഭൂഷൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ നമ്മുടെ ലൻഷാനെ നോക്കിയിട്ട് പറയും, എന്നോട് നീ ക്ഷമിക്കണം, അതേപോലെ തന്നെ ഞാൻ നിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുള്ളവനുമാണ്. ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ വിഭൂഷനും ലൻഷാനും കൂടി ലൻഷാൻ്റെ ചേട്ടൻ്റെ ആ ഒരു ചേംബറിലായിട്ട് നിന്ന് നല്ലതുപോലെ ധ്യാനം ചെയ്യുന്നതാണ്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ഗാവു എത്തിയിട്ടുണ്ടായിരുന്നു. ലൻഷാൻ്റെ ചേട്ടൻ്റെ അടുത്തായിട്ട് പറയും, അതായത് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിൻ്റെ ബോഡിയാണെങ്കിൽ അടക്കം ചെയ്യാൻ പോവുകയാണ്, അവിടേക്ക് വരണം. അതേപോലെ തന്നെ നമ്മളുടെ വിഭൂഷൻ്റെ ആ പണ്ടത്തെ മലയില്ലേ, ആ മലയിലായിട്ട് കുറേ കൾട്ടിവേറ്റേഴ്സൊക്കെ പോയിട്ടുണ്ട്. അവരെല്ലാവരും വിഭൂഷനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അവിടെയായിട്ട് കുറേ പപ്പറ്റുകളും വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൻഷാൻ്റെ ചേട്ടൻ ചോദിക്കും, അതിന് വിഭൂഷൻ ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുകയല്ലേ? അപ്പോൾ നമ്മളുടെ ഗാവു പറയും, പരിക്ക് പറ്റിയാൽ എന്താ, അവനിപ്പോൾ അവൻ്റെ ആ കല്ലൊക്കെ യൂസ് ചെയ്തിട്ട് പപ്പറ്റുകളെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ വിഭൂഷനായിരുന്നാലും നല്ലതുപോലെ ഷോക്കാവും. അവൻ വിചാരിക്കും ഗാവു കഥ പറഞ്ഞുണ്ടാക്കുന്ന നോക്കിയാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ലൻഷാനും വിഭൂഷാനോട് ചേർന്നിട്ട് ഗാവു പറഞ്ഞ ആ സ്ഥലമില്ലേ, അതായത് വിഭൂഷൻ്റെ ആ ഒരു മൗണ്ടെയിൻ, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൻഷാൻ്റെ ചേട്ടനായിരുന്നാലും അടക്കം ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. നമ്മുടെ ലൻഷാനും വിഭൂഷാനും പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവിടെ ഒരുപാട് മുയലുകളെയൊക്കെ കാണും. ഇതൊക്കെ കാണുന്നേ നമ്മുടെ വിഭൂഷാനാണെങ്കിൽ അതിനെ എല്ലാം എടുത്തു വെച്ച് കളിപ്പിക്കാൻ തുടങ്ങും. ഇവൻ ഇതൊക്കെ കാണുന്നേ ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വിഭൂഷാനും ലൻഷാനും കൂടി ഒരു കാട്ടിക്കൂടി ഇങ്ങനെ നടന്നു വരുന്നതാ. അവിടെ വെച്ചിട്ട് നമ്മുടെ വെന്നിങ്ങിനെ കാണും. അവനാണെങ്കിൽ ഇവരെ നല്ലതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ വരുന്ന വഴിയിൽ വെച്ചിട്ട് ഒരുപാട് പപ്പറ്റുകളെയും ഇവ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ വെന്നിങ് ആണെങ്കിൽ വിഭൂഷാൻ്റെ അടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന വിഭൂഷാനും ലൻഷാനും കൂടി ചേർന്നിട്ട് നമ്മുടെ വിഭൂഷാൻ്റെ ആ മൗണ്ടെയിനില്ലേ, അവിടെയായിട്ട് വരുന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. എന്നാൽ ആരൊക്കെയോ അവിടെ കയറി ആക്രമിച്ചിട്ടുള്ളതായിട്ട് അവിടുത്തെ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ വിഭൂഷാനും ലൻഷാനും കൂടി ആ ഗുഹയിലായിട്ട് കയറി നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഇല്ലേ, എല്ലാവരും കെട്ടിവെച്ചേക്കുമായിരുന്നു. അതായത് നമ്മളുടെ ജിൻലിങ്ങിനെയും അതേപോലെ തന്നെ ആയുവാനെയും എല്ലാവരെയും കെട്ടിവെച്ചേക്കുക. പെട്ടെന്ന് തന്നെ നമ്മളുടെ വിഭൂഷനാണെങ്കിൽ വെന്നിങ്ങിനെ കൊണ്ട് ഇവരുടെ എല്ലാം കെട്ടങ്ങ് അഴിപ്പിക്കും. എന്നിട്ട് നമ്മളുടെ വിഭൂഷൻ അവിടെ പറയും, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന്. ഇത് കേൾക്കുന്നതും അവന്മാർക്കും വിശ്വാസമാവും. ഇവിടെയായിട്ട് എല്ലാവരും പുറത്തോട്ട് വരാനായിട്ട് ഒരുങ്ങുന്നതും അവിടെയായിട്ട് ഇവരുടെ എല്ലാവരുടെയും പേരൻസും അവരുടെ ക്ലാനിലുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പറയുന്നത് നമ്മുടെ വിഭൂഷനാണ് ഈ പിള്ളേരെ എല്ലാം തടവിലാക്കി വെച്ചേക്കുന്നതെന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ വിഭൂഷൻ അത് സമ്മതിച്ചു കൊടുക്കത്തൊന്നുമില്ല. അവൻ പറയും, എൻ്റെ കയ്യിൽ അതിനു വേണ്ടിയിട്ടുള്ള പവറൊന്നുമില്ല, ഞാൻ ഇപ്പോഴാണ് ഇവിടെ വന്നത്, ഞാൻ ഇവരെ രക്ഷിക്കാനാ വന്നേന്നൊക്കെ പറഞ്ഞ് അവൻ സത്യമെല്ലാം പറയും. ഇവിടെയായിട്ട് നമ്മുടെ ഗൂസുവിലെ നമ്മുടെ മാസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ നമ്മളുടെ ലൻഷാനെ പിടിച്ച് അയാളുടെ അടുത്ത് നിർത്താൻ നോക്കും. എന്നാൽ ലൻഷാൻ അതിനൊന്നും റെഡി ആയിരുന്നില്ല. ലൻഷാൻ നമ്മുടെ വിഭൂഷാൻ്റെ കൂടെ തന്നെ നിൽക്കും. ഇവിടെയായിട്ട് നമ്മളുടെ വിഭൂഷാനും അതേപോലെ തന്നെ ഈ ക്ലാൻ മെമ്പേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര വലിയ അടി തന്നെ സ്റ്റാർട്ട് ആവുന്നത്. വിഭൂഷാനാണെങ്കിൽ ആയുധമൊന്നും എടുക്കാൻ റെഡി ആവത്തില്ല. ഇവരും ഇവനെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് കുറേ പപ്പറ്റുകൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരും. ഇവരുടെ കൂടെ എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ഇവരുടെ എല്ലാ ശക്തിയെല്ലാം പോകുന്നത് പോലെ തോന്നും. ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പം നമ്മളുടെ വിഭൂഷൺ പറയും, നിങ്ങളെല്ലാവരും പോയിസൺഡ് ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വേഗം ആ ഗുഹയിലോട്ട് കയറുക എന്ന് പറയും. അങ്ങനെ എല്ലാവരും ഗുഹയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അതിനകത്ത് ഒരുത്തനാണെങ്കിൽ പറയും, എന്തിനാ നമ്മൾ ഗുഹയിൽ കയറുന്നത്, ഗുഹയിൽ കയറ്റിയിട്ട് ഈ വിഭൂഷണൻ നമ്മളെ കൊല്ലാനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഉടനെ തന്നെ വിഭൂഷൺ പറയും, നിനക്ക് ഇത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നീ ഇവിടെ നിന്നോ, ഞങ്ങളെല്ലാവരും അകത്ത് കയറി പോകുകയെന്ന് പറഞ്ഞിട്ട് വിഭൂഷൺ അകത്ത് വന്നിട്ട് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞ ആ ചെറുക്കനും അകത്തോട്ട് കയറി വരും. ഇവിടെയായിട്ട് നമ്മുടെ വിഭൂഷൺ പറയുന്നത് തന്നെ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ, ഇവിടെയായിട്ട് എല്ലാവരും പോയിസൺഡ് ആയിട്ടിരിക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ എല്ലാം ദേഹത്ത് പോയിസൺ ഉണ്ടായത്, എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇത് കേൾക്കുന്നതും നേരത്തെ നമ്മളുടെ വിഭൂഷനെ ഓരോന്നൊക്കെ പറഞ്ഞ ചെറുക്കനില്ലേ, അവൻ പറയാൻ തുടങ്ങും, നീ എന്ത് മന്ദോത്തര പറയുന്നത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഫൈറ്റ് ചെയ്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് വിഭൂഷൺ എന്തൊക്കെ കണ്ടുപിടിക്കാൻ ഒരുങ്ങുന്നു. ഇവൻ അതിനെല്ലാം എതിരായിട്ട്
സംസാരിക്കാനൊരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ വേവൂഷാന് ഇവൻ്റെ മേൽ ചെറിയൊരു ഡൗട്ട് അടിക്കും. വേവൂഷാൻ ചോദിക്കും, അല്ല നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് സംസാരിക്കുന്നത്? നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ? ഇവിടെയായിട്ട് നമ്മളുടെ വേവൂഷാൻ അവസാനം റിവീലാക്കി എടുക്കും. അതായത് ഇവൻ തന്നെയാണ് കൂടെ നിൽക്കുന്ന ഈ എത്രയും ആൾക്കാരെയും പോയിസൺ ഉണ്ടാക്കിയത് എന്ന്. യഥാർത്ഥത്തിൽ ഇവൻ പ്ലേ ചെയ്യുന്ന മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതൊന്നുമല്ല. ഈ മ്യൂസിക് അവൻ പ്ലേ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവന് മര്യാദയ്ക്ക് പ്ലേ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെ വായിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ അവനത് മനഃപൂർവ്വം ചെയ്യുന്നതായിരുന്നു. അതായത് അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം പരിക്കേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വമാണ് ചീത്തയായിട്ട് പാട്ട് പാടുന്നത്. ഇത് വെച്ചിട്ട് തന്നെയാണ് അവൻ എല്ലാവരെയും പോയിസൺഡ് ആക്കിയതും. പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ അവിടെ നിന്ന് മാഞ്ഞങ്ങ് പോവും. അതും ഇവരെ എല്ലാവരെയും അപകടത്തിലാക്കിയിട്ടാണ് പോകുന്നത്. അത് കാണുന്നേ നമ്മളുടെ വേവൂഷാനാണെങ്കിൽ അവിടെ ഡ്രസ്സ് ഊരിയിട്ട് പറയും, ഞാൻ ഈ പപ്പറ്റുകളെ എല്ലാം ഹാൻഡിൽ ചെയ്തോളാം, ഞാൻ അവരുടെ ഇരയായിക്കോളാം, ലൻഷാൻ അവരെ എല്ലാം ഫൈറ്റ് ചെയ്തോളും, നിങ്ങളെല്ലാവരും ഒന്നും നോക്കാണ്ട് വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ലൻഷാനും വേവൂഷാനും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ ചെറുക്കനില്ലേ മാഞ്ഞു പോയവൻ, അവൻ തന്നെയാണ് നമ്മുടെ ലൻഷാനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ മാസ്ക് ഇട്ട ആള്. എല്ലാവരും സുരക്ഷിതമായിട്ട് പുറത്തോട്ട് വരുന്നതും നമ്മളുടെ ലാൻസ് ഷൂ ഇല്ലേ, അവനാണെങ്കിൽ വേഗം തന്നെ മുകളിലോട്ട് ഓടിപ്പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൻഷാനെയും വേവൂഷാനെയും കാണാൻ വേണ്ടിയിട്ട്. വേവൂഷാൻ ഇപ്പോൾ നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവനെ കാണുന്നേയും ഈ ലാൻസ് ഷൂ ഇല്ലേ, അവൻ നമ്മളുടെ വേവൂഷാനെ കയറി അങ്ങ് പിടിക്കും. വേവൂഷാനും ഇപ്പോൾ ഒട്ടും ബോധം ഉണ്ടായിരുന്നില്ല. അവൻ നമ്മളുടെ ലാൻസ് ഷൂവിനെ നോക്കിയിട്ട് ആ യുവാൻ എന്ന് വിളിക്കും. അതായത് നമ്മുടെ വേവൂഷാന്റെ ആ കൊച്ചിറക്കനില്ലേ, അവന്റെ പേരാ വിളിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ വെന്നിങ്ങിന് ചെറിയൊരു ഡൗട്ട് അടിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വെന്നിങ് ആണെങ്കിൽ ഈ ലാൻസ് ഷൂ എടുത്ത് വന്ന് സംസാരിക്കുന്നതാ. അവന്റെ പേരും അവൻ എപ്പോഴാണ് ഗൂസൂല് ജോയിൻ ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതായത് നമ്മുടെ വെന്നിങ്ങിന്റെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്നിങ്ങിന്റെ സ്വന്തത്തിലുള്ള ആ യുവാൻ തന്നെയാണ് ഈ കുട്ടിയെന്ന്. അങ്ങനെ നമ്മുടെ വെന്നിങ് ആണെങ്കിൽ അവനൊരു കളിപ്പാട്ടമൊക്കെ എടുത്തു കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ ലാൻസ് ഷൂയ്ക്ക് ഒരുപാട് സന്തോഷവും. അവനും ഇത് കാണുന്നേയും എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ലൻഷാനെയും വേവൂഷാനെയും കാണിക്കും. അവൻ ഇപ്പോഴും ഇങ്ങനെ മയക്കത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ പുറത്ത് നല്ല സൗണ്ട് കേൾക്കുന്നേ നമ്മുടെ വേവൂഷാൻ കണ്ണുറക്കും. എന്തുവാ സംഭവം? അവിടെയായിട്ട് നമ്മുടെ ജിൻലിങ് നമ്മുടെ ലാൻസ് ഷൂയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അടികൂടുമായിരുന്നു. അവനോട് പറയുന്നതന്നെ, അതെ ഞാൻ കുരുത്തം കെട്ടവനാ, എനിക്കാണെങ്കിൽ ആരും ഇല്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കാൻ തുടങ്ങും. ഇത് കേൾക്കുന്നത് നമ്മുടെ വേവൂഷാൻ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നിട്ട് ജിൻലിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. ജിൻലിങ് ആണെങ്കിൽ വേവൂഷാനെ കാണുന്നേയും അവിടെ ഇരുന്നങ്ങ് കരയും. അവൻ പറയും, ഞാൻ എൻ്റെ അച്ഛൻ്റെ വാള് ഒരിക്കലും താഴെ വെക്കത്തില്ല, എനിക്ക് എൻ്റെ അച്ഛനാണ് ഏറ്റവും ഫേവറേറ്റ് എന്നും പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. ഇത് കാണുമ്പോൾ നമുക്കും ചെറിയൊരു സങ്കടം വരും. അവിടെയായിട്ട് നമ്മളുടെ ജിയാൻചിങ് ആണെങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ട് പറയും, നമുക്ക് എല്ലാവർക്കും ലോട്ടസ് ക്ലാനിലോട്ട് പോകാം, അതാണ് ഏറ്റവും അടുത്തത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും കൂടി ലോട്ടസ് ക്ലാനിൽ വരുന്നതാണ്. നമ്മുടെ ലൻഷാനും വേവൂഷാനും ആയിരുന്നാലും കുറേ കാലത്തിന് ശേഷമല്ലേ അങ്ങോട്ട് വരുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ജിയാൻചിങ് ആയിരുന്നാലും എല്ലാവരെയും നല്ലതുപോലെ വെൽക്കം ചെയ്യും. എന്നാൽ നമ്മളുടെ ലൻഷാനെയും വേവൂഷാനെയും മാത്രം നോക്കിയിട്ടൊന്നും പറയത്തൊന്നുമില്ല. അതുകൊണ്ട് അവർ പുറത്ത് വെയിറ്റ് ചെയ്യും. അവിടെയായിട്ട് ജിയാൻചിങ്ങിനെ കാണാൻ 2 ലേഡീസ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ അവരെ കാണാൻ പോയിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് നമ്മളുടെ ലൻഷാൻ്റെ അടുത്തും വേവൂഷാൻ്റെ അടുത്തും അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പറയും. ഇപ്പം വന്നിരിക്കുന്ന 2 പെണ്ണുങ്ങളും നമ്മളുടെ ആ ഗാവു ഇല്ലേ, അതായത് നുണക്കുഴിയുള്ളവൻ, അവൻ്റെ കുറച്ച് കുറ്റങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ പെണ്ണാണെങ്കിൽ പറയും, ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വേറെ ഒന്നുമല്ല നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവൻ തന്നെ കൊടുത്തതായിരുന്നു എന്ന്. ഒരുപാട് പണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നുണക്കുഴിയുള്ളവൻ്റെ അച്ഛനില്ലേ, അയാളെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യണം എന്ന്. അതൊരു 10-15 പെണ്ണുങ്ങളെയാണ് ഏർപ്പാടാക്കുന്നത്. ഇവരെങ്ങനെ ഇയാളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നേ, അവസാനം ഇയാളങ്ങ് മരിച്ചു പോകും. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ നുണക്കുഴിയുള്ളവൻ പറയും, അയാൾ മരിച്ചാലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. ഇത് കേട്ടിട്ട് ആ പെണ്ണ് നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൾ ഇവിടെ റിവീലാക്കും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരെയും ഇവർ കൊന്നു കളഞ്ഞു, ഇവൾ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത് എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അടുത്ത പെണ്ണിന് പറയാനുള്ള സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവൻ കല്യാണം കഴിച്ച പെണ്ണില്ലേ, അവൾ വേറെ ആരുമല്ല അവൻ്റെ തന്നെ അനിയത്തിയാണ് എന്ന്. അതായത് നമ്മളുടെ ഈ ഗാവുവിൻ്റെ അച്ഛനില്ലേ, അയാളാണെങ്കിൽ അയാളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുടെ വൈഫിനെ നൈസിന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ടോപ്പ് സീക്രട്ടാണ്, ഇതിനെപ്പറ്റി ആർക്കും അറിയത്തില്ല. കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു കഴിയുമ്പോഴാണ് നമ്മളുടെ ഈ ഗാവുവിൻ്റെ ഭാര്യയില്ലേ, അവരുടെ അമ്മയാണെങ്കിൽ ഇതിനെപ്പറ്റി ആലോചിച്ച് ഭയങ്കര ടെൻഷനാവുന്നത്. അങ്ങനെ അവരവസാനം നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവൻ്റെ അടുത്ത് കല്യാണത്തലേന്ന് വന്ന് സത്യമെല്ലാം പറയും. അതായത് നീ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം, നീ കെട്ടാൻ പോകുന്നത് നിന്റെ സ്വന്തം അനിയത്തിനെയാണ്. എന്നാൽ അതൊന്നും നമ്മളുടെ ഗാവു കേൾക്കാൻ റെഡി ആവത്തില്ല. അവൻ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ആ പെണ്ണിനെ കല്യാണം കഴിക്കുകയും ചെയ്യും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ക്ലാൻ മെമ്പേഴ്സ് എല്ലാം ഭയങ്കര ഒരു ഷോക്കായിട്ടുണ്ടായിരുന്നു. കാര്യം ഗാവു ഇത്രയ്ക്കും മോശപ്പെട്ടവനാണോ എന്ന് ആലോചിച്ചിട്ട് ആർക്കും ഒന്നും തന്നെ മനസ്സിലാവത്തില്ല. അതായത് ഇത്രയും കാലവും അവരെല്ലാം നല്ലവനാണെന്ന് വിചാരിച്ചിരുന്ന അവനല്ലേ ഇപ്പം ഇങ്ങനെയെല്ലാം കാണിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ആ ക്ലാൻ
ക്ലാനിൻ്റെ എല്ലാം ഏറ്റവും മുകളിലിരിക്കുന്ന തലവനാണ്. അവനെ പറ്റിയാണ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.